ഹിസ്റ്ററിയുടെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണാലിസം ആണ്. ഇന്ത്യൻ നാഷണാലിസത്തിലേക്ക് നയിച്ചത് ഏതാണ്ട് 13ഓളം ഘടകങ്ങളാണ്. ഈ 13 ഘടകങ്ങൾ നമുക്ക് ഒരു ക്ലാസ്സിൽ കവർ ചെയ്യാൻ സാധിക്കത്തില്ല. അതിന്റെ പകുതി ഫാക്ടേഴ്സ്, ഏതാണ്ട് 7ഓളം ഫാക്ടേഴ്സ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ബാക്കി നമുക്ക് ഒരു സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ ഗ്രോത്തിന് കാരണമായിട്ടുള്ള ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതർവൈസ് നോൺ ആസ് 1857 റിവോൾട്ട് ആണ്. ദ ഇന്ത്യൻസ് റെസിസ്റ്റഡ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദ റിസെൻമെൻറ്റ് ഫൗണ്ട് എക്സ്പ്രഷൻ ഇൻ എ നമ്പർ ഓഫ് സിവിൽ റെബലിയൻസ്, ട്രൈബൽ അപ്രൈസിങ്സ് ആൻഡ് പെസൻറ്റ് മൂവ്മെൻറ്റ്സ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് റൂളിനെ റെസിസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പല തരത്തിലുള്ള സിവിൽ റെബലിയൻസും ട്രൈബൽ അപ്രൈസിങ്ങുകളും അതുപോലെ പെസൻ മൂവ്മെൻറ്റുകളും ഒക്കെ ആയിട്ടാണ് ഉരുത്തിരിഞ്ഞ് വന്നത്. സന്യാസി റെബലിയൻ പോലെ, കോൾ റിവോൾട്ട് പോലെയുള്ള അപ്രൈസിങ്ങുകൾ ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ അവർക്കെതിരായിട്ടുള്ളൊരു ഡിസ്കണ്ടൻറ്റിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. എന്നാൽ ഈ റെബലിയനുകളെല്ലാം ലോക്കൽ ആൻഡ് ഐസൊലേറ്റഡ് ക്യാരക്ടറോട് കൂടിയവയാണ്. ദേ ആർ ഓൾ ലോക്കലി എമർജ്ഡ് ആൻഡ് ഐസൊലേറ്റഡ് ഇൻ ക്യാരക്ടർ. ഇവിടെ 1857 അപ്രൈസിങ് തന്നെ ഒരു മാസ് മൂവ്മെൻ്റ് അല്ല, ഫോറിൻ റൂളിനെതിരായിട്ടുള്ളൊരു മാസ് മൂവ്മെൻ്റ് അല്ല. ഇറ്റ് വാസ് ആൻ അപ്രൈസിങ് എഗൻസ്റ്റ് ദ ബ്രിട്ടീഷ് ബൈ ദി ഇന്ത്യൻ റൂളേഴ്സ് ഹൂ വെയർ ഡിപ്രൈവ്ഡ് ഓഫ് ദെയർ പവർ. അപ്പോൾ സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ട ഇന്ത്യൻ റൂളേഴ്സ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ അപ്രൈസിംഗ് ആണ് 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. ഈ റിവോൾട്ടിൻ്റെ ഭാഗമായി തീർന്നത് പിന്നീട് പെസൻസ്, ആർട്ടിസൻസ്, അതുപോലെ തന്നെ ഡിസ്ബാൻഡഡ് ആയിട്ടുള്ള സോൾജേഴ്സ് എന്നിവരാണ്. Thus the first war of independence marked the first anti-imperialist and anti-colonial struggle. അപ്പോൾ ആദ്യത്തെ ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് ആൻഡ് ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഈ അപ്രൈസിങ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കാതെ പോയെങ്കിലും ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് വളരെ വലുതാണ്. അപ്പോൾ പിന്നീടുള്ള ഫ്രീഡം സ്ട്രഗിളിന് ബൂസ്റ്റപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊരു സ്റ്റിമുലസ് ആയി പ്രവർത്തിക്കാൻ ഈ 1857 റിവോൾട്ടിന് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. There are many factors that aroused opposition to British rule, but economic discontent and distress were the most important among them. എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ വളരെ സീരിയസ് ആയിട്ട് ബാധിച്ച കുറച്ച് സെക്ഷൻസ് ഉണ്ട് സൊസൈറ്റിയിൽ അക്കാലഘട്ടത്തിൽ. അതിൽ എടുത്തു പറയേണ്ടുന്നത് പെസൻസ്, ആർട്ടിസൻസ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ, വർക്കിംഗ് ക്ലാസ്, എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്, ഈ 4 കാറ്റഗറിയാണ്. പെസൻസിൻ്റെ കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ പെസൻസിൻ്റെ പ്രൊഡക്ഷൻ്റെ ഏതാണ്ട് ഭൂരിഭാഗവും ലാൻഡ് ടാക്സ് ആയിട്ടും മറ്റ് ടാക്സുകളായിട്ടും ഗവൺമെൻറ് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ എക്സോർബിറ്റൻ്റ് ആയിട്ടുള്ള ടാക്സസ് പെസൻസിനെ മറ്റ് ലാൻഡ് ലോഡ്സിൻ്റെയും മണി ലെൻഡേഴ്സിൻ്റെയും അടുത്തെത്തിക്കുകയും അവരിൽ നിന്ന് പണം കടം വാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും പിന്നീട് അവർ കടക്കണിയിൽ വീണുപോവുകയുമാണ് ഉണ്ടായിരുന്നത്. അടുത്തത് ആർട്ടിസൻസ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ. ഈ ആർട്ടിസൻസ് ആൻഡ് ക്രാഫ്റ്റ്സ്മെന്നിൻ്റെ ഒരു എക്കണോമിക് കണ്ടീഷൻ വളരെ വേഴ്സായി തീർന്നത് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയുടെ മായി ബന്ധപ്പെട്ടിട്ടുള്ള എക്കണോമിക് പോളിസീസിൻ്റെ ഫലമായിട്ടാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരിക്കലും ഇന്ത്യൻ ട്രേഡിനെയോ ഇൻഡസ്ട്രിയെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവർ ഇൻഡിജിനസ് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ട്രേഡിനെ ഡെസ്ട്രോയ് ചെയ്യാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് റോ മെറ്റീരിയലാണ്. അവരുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള, അവരുടെ ഫാക്ടറികളിലെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയലിനുള്ള ഒരു സോഴ്സായിട്ടാണ് അവർ ഇന്ത്യയെ കാണുന്നത്. അതുപോലെ തന്നെ അവരുടെ ഫാക്ടറികളിൽ, ബ്രിട്ടനിലെ ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന ഫിനിഷ്ഡ് പ്രോഡക്ട്സ് സെല്ല് ചെയ്യാനുള്ളൊരു മാർക്കറ്റായിട്ടുമാണ് അവർ ഇന്ത്യയെ കാണുന്നത്. അപ്പോൾ ഈ ആർട്ടിസാൻസിനും ക്രാഫ്റ്റ്സ്മെനും എക്കണോമിക്കലി അവരെ വളരെയധികം ബാധിക്കുകയുണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ്. വർക്കിംഗ് ക്ലാസ്
അടുത്ത നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് മോഡേൺ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടി എമർജ് ചെയ്ത് വന്ന ഒരു ക്ലാസ് ഓഫ് പീപ്പിളാണ് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത് ഫാക്ടറി ഓണേഴ്സിനാലാണ്. ഈ ഫാക്ടറി ഓണേഴ്സ് എന്ന് പറയുന്നത് ജനറലി ഇംഗ്ലീഷ് മെൻ ആണെന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അടുത്തത് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്. എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസിന് എത്ര ഹയർ എഡ്യൂക്കേഷൻ നേടി വന്നാലും ശരി അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ അനുസരിച്ചുള്ള ഒരു പൊസിഷൻ ഗവൺമെൻറ് സർവീസിലോ മറ്റോ കിട്ടുന്നില്ല. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഈ ഫീൽഡിൽ വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ പ്രൊമോഷൻസ് എന്ന് പറയുന്നതും പ്രൊമോഷനുള്ള ചാൻസ് എന്ന് പറയുന്നതും വളരെ വീക്കായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രിട്ടീഷുകാരുടെ പോളിസീസ് അത് പെസൻസിനെതിരെ ആയിക്കോട്ടെ, ആർട്ടിസാൻസിനോ ക്രാഫ്റ്റ്സ്മെനെതിരെ ആയിക്കോട്ടെ, വർക്കിംഗ് ക്ലാസ്സിനെ ബാധിക്കുന്നതായിക്കോട്ടെ, എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസുമായിട്ട് ബന്ധപ്പെട്ടതാവട്ടെ, ഈ പറഞ്ഞ ബ്രിട്ടീഷ് പോളിസീസ് ഒക്കെ തന്നെ ഇന്ത്യയെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സമൂഹത്തിലെ എല്ലാ സെക്ഷൻസും അവിടെ ഒരു നീഡ് അവർക്ക് ഫെൽറ്റ് ചെയ്യുകയാണ്. അതായത് അവരുടെ എക്കണോമിക് സാൽവേഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് റൂളിൽ നിന്നുള്ള ഫ്രീഡം നേടിയെടുക്കുന്നതോടുകൂടി മാത്രമേ സാധ്യമാവൂ എന്നുള്ള തിരിച്ചറിയൽ അവിടെ ജനങ്ങൾക്ക് ഉണ്ടാകുകയാണ്. അടുത്ത മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്കണോമിക് യൂണിഫിക്കേഷൻ ഓഫ് ഇന്ത്യയാണ്. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ വരുന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് അവർ ഇന്ത്യയെ ഹൈലി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം മാത്രമല്ല, ഒരു യൂണിഫോം ആയിട്ടുള്ള സിവിൽ ആൻഡ് ക്രിമിനൽ ലോയും എൻഫോഴ്സ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ്ലി മാത്രമല്ല ജുഡീഷ്യലിയും ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കീഴിൽ യൂണിഫൈ ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത് ഒരു സെൻസ് ഓഫ് പൊളിറ്റിക്കൽ യൂണിറ്റി ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടാകാൻ കാരണമാക്കി എന്നുള്ളതാണ്. ദ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി ബിഗാൻ ടു തിങ്ക് ആൻഡ് ആക്ട് ആസ് വൺ നേഷൻ. അപ്പോൾ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരൊറ്റ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻസ് എന്നുള്ള ആ ഒരു സെൻസ് ഓഫ് ഫീലിംഗ് ഉടലെടുക്കാൻ ഇതുകൊണ്ട് കാരണമായി. The destruction of the rural and local self-sufficient economy and the introduction of modern trade and industries on an all-India scale brought about economic unification in India. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിഫിക്കേഷനും അതുപോലെ ജുഡീഷ്യൽ യൂണിഫിക്കേഷനും പുറമേ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മോഡേൺ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസ് ഈ ഇന്ത്യ മുഴുവൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായതോടുകൂടി എക്കണോമിക്കലി ഒരു യൂണിഫിക്കേഷൻ കൂടി ഇന്ത്യയിൽ ഉണ്ടാവുകയാണ്. ഫോർത്ത് ഫാക്ടർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷനാണ്. ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷനാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ മോഡേൺ വെസ്റ്റേൺ ഐഡിയാസ് ഓഫ് ഡെമോക്രസി അതുപോലെ നാഷണാലിസം ഇതുപോലെയുള്ള ഐഡിയൽസ് ഇന്ത്യക്കാർക്കിടയിൽ എത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഇന്ത്യയിൽ. അപ്പോൾ ഇതും നാഷണൽ അവേക്കനിങ്ങിന് കാരണമായി എന്നുള്ളതാണ്. ഈ ഇംഗ്ലീഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസിൽ ലിബറൽ യൂറോപ്യൻ തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാക്കി എന്നുള്ളതാണ്. എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസിന് ഈ ഐഡിയാൽസ് ഓഫ് ലിബർട്ടി പോലെ, ഇക്വാലിറ്റി പോലെ, നാഷണാലിറ്റി പോലെ, സെൽഫ് ഗവൺമെൻറ് പോലെ, അപ്പോൾ ഇതുപോലെയുള്ള നൂതനമായ ഐഡിയാസ് ഇന്ത്യക്കാരിലേക്ക് എത്തിച്ചേരുന്നത് ഈ പറഞ്ഞ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വഴിയാണ്. അതുപോലെ മറ്റൊരു മേന്മ ഇതുകൊണ്ടുണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു ഇന്ത്യക്കാർക്കിടയിൽ. അപ്പോൾ ഈ ഒരു കോമൺ ലാംഗ്വേജ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു മീഡിയമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതുവരെയുള്ളൊരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ പല ഭാഗത്തും പല പല റീജിയണൽ ലാംഗ്വേജസ് ആണ് നിലനിൽക്കുന്നത്. ഈ റീജിയണൽ ലാംഗ്വേജസിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ സമയത്താണ് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകുന്നതും ആ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഒരു കോമൺ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനായിട്ട് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് കണക്കാക്കുന്നതും ഇതുവഴി പരസ്പരം തങ്ങളുടെ പ്രോബ്ലംസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഓർഗനൈസ് ചെയ്യാൻ ഉള്ള ഒരു മീഡിയമായിട്ട് ഇത് പ്രവർത്തിക്കുകയും ചെയ്തു. അഞ്ചാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് റാപ്പിഡ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ബ്രിട്ടീഷുകാർ
ഇന്ത്യയിൽ നൂതനമായ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ടും മിലിറ്ററി ഡിഫൻസിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാണ് ഇവരിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റോഡുകളുടെ പുതിയ പുതിയ നെറ്റ്വർക്ക്സ് ഓഫ് റോഡ്സ് അത് അവർ ക്രിയേറ്റ് ചെയ്തു. പല പ്രൊവിൻസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകൾ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ മുംബൈയും താനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആദ്യത്തെ റെയിൽവേ ലൈൻ 1853 നിർമ്മിച്ചു. അപ്പോൾ ഈ തരത്തിലുള്ള ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് ഇതൊക്കെ തന്നെ നാഷണാലിസത്തിൻ്റെ ഗ്രോത്തിനും കൂടി വഴിതെളിച്ചു എന്നുള്ളതാണ്. കാര്യം പരസ്പരം കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള വഴികളായിട്ട് ഇത് പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ദ മോഡേൺ പോസ്റ്റൽ സിസ്റ്റം ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് ടെലിഗ്രാഫ് ഹെൽപ്പ് ടു യൂണിഫൈ ദ കൺട്രി. പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കി തീർക്കാൻ ഈ പറഞ്ഞ ടെലഗ്രാഫും പോസ്റ്റൽ സിസ്റ്റവും സഹായിച്ചു. അപ്പോൾ ദിസ് ബ്രോട്ട് അബൌട്ട് എ റെവല്യൂഷൻ ഇൻ ദ സ്പീഡി ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജസ് ആൻഡ് ഇറ്റ് എനേബിൾഡ് ഇന്ത്യൻസ് ടു കം ഇൻ കോൺടാക്ട് വിത്ത് വൺ അനദർ ആൻഡ് ഡിസ്കസ് ദ പ്രോബ്ലംസ് ഫേസിംഗ് ദ കൺട്രി. ദെൻ ദ റൈസ് ഓഫ് മിഡിൽ ക്ലാസ്. വെസ്റ്റേൺ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലും എക്കണോമിക് സിസ്റ്റത്തിലും ഉണ്ടായിട്ടുള്ള ഇന്നോവേഷൻസും ഒരു പുതിയ ക്ലാസ് ഓഫ് പീപ്പിളിനെ എമർജ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി. അതായത് ഒരു ന്യൂ അർബൻ മിഡിൽ ക്ലാസ്, എസ്പെഷ്യലി ഇൻ ടൗൺ ഏരിയയിൽ ഒരു അർബൻ മിഡിൽ ക്ലാസിൻ്റെ രൂപീകരണം. ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത് കൂടുതലായിട്ടും ലോയേഴ്സ്, ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ് ഇതുപോലെയുള്ള എഡ്യൂക്കേറ്റഡ് സെക്ഷൻസ് ഓഫ് പീപ്പിളാണ്. ഇതിൽ പലരും ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുകയും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പോവുകയും അവരവിടെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും വളരെ ഡിഫറൻ്റ് ആണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഇവർ ഇന്ത്യയിലേക്ക് ഹയർ എഡ്യൂക്കേഷനെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവർക്ക് ഹയർ എംപ്ലോയ്മെൻറ്റിനുള്ള ചാൻസസും ഇവിടെ വളരെ റെയറാണ്. അതും അവർക്ക് ലഭിക്കാതെയായപ്പോൾ ഇവർ നിലവിലുള്ള ബ്രിട്ടീഷ് ഭരണ സംവിധാനം എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റേറ്റീവ് ആണെന്നും മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഈ ഒരു റിയലൈസേഷൻ അവരെ നാഷണാലിസ്റ്റ് ആകുന്നതിലേക്ക് പിന്നെ ഒരു വഴി തെളിച്ച് കൊടുക്കുകയുമാണ് ഉണ്ടായത്. They formed, these higher educated middle class people formed the nucleus for the political unrest in the country and provided leadership to the Indian political associations. പിന്നീടുണ്ടായ പല ഇന്ത്യൻ പൊളിറ്റിക്കൽ അസോസിയേഷൻസിൻ്റെയും ലീഡർഷിപ്പ് വഹിച്ചിരുന്നത് ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് ഹയർ എഡ്യൂക്കേറ്റഡ് സെക്ഷൻ ഓഫ് പീപ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ നാഷണാലിസത്തിൻ്റെ എമർജൻസിന് വഴിതെളിച്ച ഫാക്ടേഴ്സ് ആണ്. First one, 1857 revolt and other minor revolts. Second one, economic exploitation. Third one, administrative and economic unification of India. Fourth one, introduction of Western education in India. Fifth one, introduction of rapid means of transportation and communication methods in India. And the last one, the rise of middle class in India. അപ്പോൾ ഇന്നത്തെ ഹിസ്റ്ററി ക്ലാസ് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. നാളെ എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണാലിസത്തിന്റെ ഫാക്ടേഴ്സിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട്